നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വേദമാതാവായ ഗായത്രിയുടെ ഭർഗോദേവസ്യ ധീമഹി എന്ന പാദം ധ്യാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഈശ്വരൻ്റെ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഈശ്വരൻ്റെ രൂപം, ഗുണം, ലീല, സേവ എന്നിവയുടെ വ്യക്തമായ ചിന്തകളാണ് ധ്യാനം. ഇതിനു പുറമെ ജീവധ്യാനം, നാദധ്യാനം, ഷഡാധാര പത്മധ്യാനം, ശ്വാസഗതിയെ ധ്യാനിക്കൽ തുടങ്ങി മറ്റനേകം തരം ധ്യാന പദ്ധതികളുണ്ട്. ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത, പുരാണേതിഹാസങ്ങൾ, ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ തുടങ്ങിയവയെല്ലാം ധ്യാനത്തിൻ്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇവ മനസ്സിലാക്കി ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ധ്യാനത്തിലേർപ്പെട്ടാൽ ആധ്യാത്മിക പുരോഗതി നടപ്പാക്കാൻ കഴിയും. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും രക്ഷ നേടുവാനും മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുവാനും ധ്യാനം സഹായിക്കും. ആദ്യം രൂപധ്യാനം ആവശ്യമാണ്. എന്തിനെ ധ്യാനിച്ചാലും എങ്ങനെ ധ്യാനിച്ചാലും ഏകാഗ്രതയാണ് പ്രധാനം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കോമായി പരമേശ ക ഇന്ദ്രജാലായത്തെ പ്രപഞ്ചോയം ക സ്വപ്നനിഭോ ജാഗ്രത് വ്യവഹാര സത്യമപി ച കിം ബ്രഹ്മ. കോമായി പരമേശ ക ഇന്ദ്രജാലായത്തെ പ്രപഞ്ചോയം ക സ്വപ്നനിഭോ ജാഗ്രത് വ്യവഹാര സത്യമപി ച കിം ബ്രഹ്മ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയാണ് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. എന്താണ് സ്വപ്നം എന്ന ചോദ്യത്തിന് ആചാര്യൻ നൽകുന്ന മറുപടി ജാഗ്രത് വ്യവഹാരം എന്നാണ്. സ്വപ്നത്തിൽ സ്വപ്നം സത്യമാകുന്നത് പോലെയാണ് ജാഗ്രതാവസ്ഥയിലെ വ്യവഹാരങ്ങൾ. ഈ വിഷയത്തെ സ്വാമി കൂടുതൽ വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം
അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 58-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ മായാവി ആരെന്ന ചോദ്യത്തിന് പരമേശ്വരനാണെന്ന് പറഞ്ഞു. ആ പരമേശ്വരൻ്റെ ഇന്ദ്രജാലം ഈ പ്രപഞ്ചമാണെന്നും പറഞ്ഞു. തുടർന്ന് കസ്വപ്നനിഭോ ജാഗ്രത് വ്യവഹാരഃ സത്യമപി ച കിം ബ്രഹ്മ. സ്വപ്നനിഭഃ കഃ. സ്വപ്ന സമാനം എന്താണ്? സ്വപ്ന സമാനമുള്ളത് എന്താണ്? സ്വപ്നം നമ്മളെല്ലാം പ്രതിദിനം കടന്നു പോകുന്ന ഒരവസ്ഥാവിശേഷമാണ്. ജാഗ്രത്തിൽ പലവിധ സ്ഥൂലാനുഭവങ്ങളുമായി നമ്മൾ ജീവിക്കുന്നു. കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു, സ്പർശിക്കുന്നു. അവയെക്കുറിച്ചുള്ള ദ്വന്ദ്വങ്ങളെ പരികൽപ്പിക്കുന്നു. അങ്ങനെ സുഖിയായും ദുഃഖിയായും കഴിയുന്നു. ഈ സ്ഥൂലാനുഭവങ്ങൾക്ക് കാരണമായ നമ്മുടെ കരണങ്ങളെല്ലാം പിന്തിരിഞ്ഞാൽ, ബാഹ്യകരണങ്ങൾ പിന്തിരിഞ്ഞാൽ, അന്തഃകരണം പിന്തിരിയാത്ത സമയത്ത് ജാഗ്രത്തിലെ സംസ്കാരമനുസരിച്ച് വിഷയത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളോടുകൂടി അന്ധഃകരണത്തിലുണ്ടാവുന്ന വൃത്തിയാണ് സ്വപ്നമെന്നത്. സ്വപ്നം സ്വപ്നദശയിൽ സത്യമായി തന്നെയാണ് ഭാസിക്കുന്നത്, ഉള്ളതായി തന്നെ ഭാസിക്കുന്നു. അതുകൊണ്ട് സ്വപ്നത്തിൽ നമ്മൾ സുഖിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്നു, ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ സ്വപ്നദശ കഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവുകയാണ് അതാ ദശയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സത്യമല്ല. അപ്പോൾ കേവലം സ്വപ്നകാലത്തിൽ മാത്രം സത്യമാണ് സ്വപ്നാനുഭവം. ഇതുപോലെ ആ കാലത്തിൽ മാത്രമുള്ളത് ഉള്ളതാണെന്ന് ഭാസിക്കുന്നത്, എന്നാൽ പരമാർത്ഥത്തിൽ ഇല്ലാത്തത്, അതാണ് സ്വപ്നനിഭഃ. എന്താണത്? ഉടനെ മറുപടി പറഞ്ഞു, ജാഗ്രത് വ്യവഹാരഃ. ജാഗ്രത് വ്യവഹാരമാണ്. അപ്പം ജാഗ്രത് വ്യവഹാരം സ്വപ്നം പോലെ തന്നെയാണ്. എപ്രകാരം സ്വപ്നം സ്വപ്നത്തിൽ സത്യമോ ജാഗ്രത്തിൽ അസത്യമോ അതേപോലെയാണ് ജാഗ്രത്. ജാഗ്രത അനുഭവങ്ങൾ, ജാഗ്രത് വ്യവഹാരങ്ങൾ ജാഗ്രത്തിലുള്ളതാണ്, സ്വപ്നത്തിലില്ല. അതവസ്ഥയിൽ മാത്രമുള്ളതാണെന്നർത്ഥം. സ്വപ്നത്തിൽ ഞാൻ സ്വപ്നവ്യവഹാരം ഉണ്ടാക്കിയതുപോലെ ജാഗ്രത്തിൽ ഞാൻ ജാഗ്രത് വ്യവഹാരം ഉണ്ടാക്കുന്നു. അല്ലാതെ അതിന് പരമാർത്ഥഭാവം ഇല്ല. ഓരോ അവസ്ഥയും അതവസ്ഥയിൽ സത്യമാണ്. ഇപ്പോൾ സാമാന്യമായി നമ്മൾ ലോകത്തിൽ ഈ ജാഗ്രത്തിനോട് താതാത്മ്യപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്തിനേയും ജാഗ്രത്തിൻ്റെ അപേക്ഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജാഗ്രത് സത്യമെന്നും സ്വപ്നം അസത്യമെന്നും നമ്മൾ പറയും. എന്നാൽ ജാഗ്രത് ജാഗ്രത്തിലേ സത്യമുള്ളൂ, സ്വപ്നത്തിൽ സ്വപ്നം സത്യമെന്ന പോലെ. അവസ്ഥയ്ക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവ രണ്ടും കേവലം വ്യാവഹാരികങ്ങളാണ്. അതുകൊണ്ടാണ് സ്വപ്നനിഭഃ കഃ എന്ന ചോദ്യത്തിന് ജാഗ്രത് വ്യവഹാരഃ. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരികയാണ്. ഇത് കേവലം പ്രാതിഭാസികമാണെങ്കിൽ, പ്രാതീതികമാണെങ്കിൽ, കേവലം പ്രതീതി മാത്രമാണെങ്കിൽ പിന്നെ സത്യമായത് എന്താണ്? സത്യമെന്നൊന്നില്ലേ? ഇതാണ് ചോദ്യം. സത്യമപി ച കിം. ജാഗ്രത് വ്യവഹാരം സ്വപ്നം പോലെയാണെങ്കിൽ, മിഥ്യയാണെങ്കിൽ പിന്നെ സത്യം എന്താണ്? ഇതാണ് ചോദ്യം. ഇതിന് മറുപടി പറഞ്ഞു, ബ്രഹ്മം മാത്രമാണ് സത്യം. ബ്രഹ്മം എന്നതിന് ആത്യന്തികമായ ഉണ്മ എന്നർത്ഥം മനസ്സിലാക്കൂ. എല്ലാ വ്യാവഹാരിക പ്രാതിഭാസിക സത്യങ്ങളും ഏതൊരധിഷ്ഠാനമായ ആത്യന്തിക സത്യത്തിൽ നിന്നാണോ പ്രകടമാകുന്നത്, ആ ആത്യന്തിക സത്യത്തിനാണ് നമ്മൾ ബ്രഹ്മശബ്ദം വിനിയോഗിക്കുന്നത്.
ബ്രഹ്മശബ്ദം എല്ലാം എന്തിൽ നിന്നും ബൃഹത്തായിരിക്കുന്നുവോ, എല്ലാം എന്തിൽ നിന്നാണോ ബൃംഹണം ചെയ്യപ്പെടുന്നത്, വിപുലമാക്കപ്പെടുന്നത്, ആ അടിസ്ഥാന സത്യത്തിനാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. പരമസത്യം എന്നർത്ഥം. എന്താണ് ബ്രഹ്മമെന്ന ശിഷ്യൻ്റെ പ്രശ്നത്തിന് മറുപടിയായിട്ട് ഈ കാണാകുന്ന സകല ഭൂതങ്ങളും ഏതൊരു അടിസ്ഥാന സത്യത്തിൽ നിന്ന് ആവിർഭവിക്കുമോ, എന്തിനാൽ നിലനിർത്തപ്പെടുമോ, എന്തിലേക്ക് വിലയിക്കുമോ, അതാണ് ബ്രഹ്മമെന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. അപ്പോൾ ഈ കാണാകുന്ന സകല ഭൂതങ്ങളും ആവിർഭവിക്കുന്നത് എന്തിൽ നിന്നോ, നിലനിർത്തപ്പെടുന്നത് എന്തിനാലോ, വിലയിക്കുന്നത് എന്തിലേക്കോ, അതാണ് ബ്രഹ്മം എന്നർത്ഥം. അപ്പോൾ സർവാധിഷ്ഠാനമാണ് ബ്രഹ്മം. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, സൂര്യനുണ്ട്, ഭൂമിയുണ്ട്, വിഷ്ണുവുണ്ട്, ബ്രഹ്മാവുണ്ട്, കൃമിയുണ്ട്, കീടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിലും അനുസ്യൂതമായിരിക്കുന്ന ഉണ്മ, എന്തുള്ളതിനാൽ എല്ലാം ഉള്ളതായിരിക്കുന്നുവോ ആ ഉണ്മ, അതിന് പറയുന്ന പേരാണ് ബ്രഹ്മമെന്ന്. അതാണ് ബ്രഹ്മസൂത്രകാരൻ ഈ ജഗത്തിൻ്റെ ജന്മം തുടങ്ങിയവ എവിടെ നിന്നോ അതാണ് ബ്രഹ്മമെന്ന് ബ്രഹ്മത്തെ നിർവചിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു അടിസ്ഥാനമായ സത്യം എപ്പോഴും സത്യമാണ്. സത്യസ്യ സത്യം, സത്യത്തിൻ്റെ സത്യമാണ്. മറ്റെല്ലാം വ്യാവഹാരികവും പ്രാതിഭാസികവുമായ സത്യങ്ങളാണ്. ജാഗ്രതും സ്വപ്നവുമെല്ലാം. ഈ അടിസ്ഥാനമായ സത്യം മാത്രം സത്യം. അതാണ് കിംച സത്യം ബ്രഹ്മ എന്ന് മറുപടി പറഞ്ഞത്. വളരെ വിശദമായി സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേദാന്തം പഠിച്ച് ബ്രഹ്മശബ്ദത്തിൻ്റെ താത്പര്യം, വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഒക്കെ മനസ്സിലാക്കേണ്ടതാണെന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. കളമൃദുസ്മിതം സുന്ദരാനനം